هم فيه واحتكم وانسب إلى ذاته ما شئت من سرافي وانسب إلى قدره ما شئت من عظم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم وإن فضل رسول الله ليس له حد فيعرب عن أناطقهم بفمي اللهم صل وسلم وبارك عليه നിഴല് ചായും വഴിയിലകലും യാത്രിക പറയൂ ചന്തമേറും സന്ധ്യ തോൽക്കും അതുലമുഖമേ നിഴല് ചായും വഴിയിലകലും യാത്രിക പറയൂ ചന്തമേറും സന്ധ്യ തോൽക്കും അതുലമുഖമേ സപ്തഭൂവും വാനമേറും മധു പാടും നാമമേകെ സൃഷ്ടിതൻ സബമായി സമരിൽ പൂത്തൊരു സൂനമേകെ സമയസൂതികൾ പോലുലകിൽ ഒഴുകിടുന്നൊരു മന്ത്രമേകെ സമയസൂതികൾ പോലുലകിൽ ഒഴുകിടുന്നൊരു മന്ത്രമേകെ വനുജമേലി വാർത്തതേതൊരു കോശകില്ലതിരാജ അതി മുഹമ്മദ് റോജ നിഴല് ചായും വഴിയിലകലും യാത്രിക പറയൂ ചന്തമേറും സന്ധ്യ തോൽക്കും അതുലമുഖമേതേ നീലസാഗരമിന്ദ് തീരും തൂലികാമഷിയായതെങ്കിൽ മധ്യകുലമേയാകുമോ ഇനി മൺതരികളൊന്നെണ്ണുകെങ്കിൽ തുരുതുരാകടലിന്റെ അലകൾ ചില്ലകൾ ആടുന്നു തെന്നൽ തുരുതുരാകടലിന്റെ അലകൾ ചില്ലകൾ ആടുന്നു തെന്നൽ പാടുവാമത് ഹിന്ദേശലോ തീർത്തിടാ ഒരു നാളും തീർപ്പുനാൾ വന്നാലും പാടുവാമത് ഹിന്ദേശലോ തീർത്തിടാ ഒരു നാളും തീർപ്പുനാൾ വന്നാലും നിഴല് ചായും വഴിയിലകലും യാത്രിക പറയൂ ചന്തമേറും സന്ധ്യ തോൽക്കും അതുലമുഖമേ ഈ കേൾക്കുന്ന രാഗങ്ങൾ ആരുടെ രാഗങ്ങളാണ്? ഇവിടെ പറയപ്പെടുന്നത് ആരുടെ മഹത്വമാണ്? ഇവിടെ വാനോളം വാഴ്ത്തപ്പെടുന്നത് ആരുടെ സ്തുതികീർത്തനങ്ങളാണ്? മണൽത്തരികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുവേൻ ഹബീബിനെ അറിയുമോ എന്ന്. ആകാശമണ്ഡലങ്ങളോട് നിങ്ങൾ ചോദിച്ചു നോക്കുവീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുമോ എന്ന്. അറ്റ്മോസ്ഫിയറിനോടും സൂര്യനോടും ചന്ദ്രനോടും ജ്യോതിർഗോള ഗാലക്സികളോടും എന്നല്ല, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവകകളോടും നിങ്ങൾ ചോദിച്ചു നോക്കുക. റസൂലുള്ളാഹിനെ അറിയുമോ? അവകളെല്ലാം പറയും. ആ പെഡസ്റ്റലിനോട് ചോദിച്ചു നോക്കുക, റസൂലുള്ളാഹിനെ അറിയോ?
മണൽത്തരികളോട് ചോദിച്ചു നോക്ക്, റസൂലുള്ളാഹിനെ അറിയോ? ഹമേ ഖൂബ് ജാനത്തെ ഹൈ ഹമാരാ ആഖായെ നാമദാർ താജ്ദാർ മദീന സർവറെ ആലം സർക്കാരെ ദോ ആലം നൂറെ മുജസ്സം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്കറിയാം. ഞങ്ങളെ പടയ്ക്കാൻ കാരണമായ നബിയാണ്. ഞങ്ങളെ ഓരോ കണികകളോടും ഓരോ മൂലകങ്ങളോടും ചോദിക്കുകയും റസൂലുള്ളാഹിനെ അറിയുമോ? ആകാശത്ത് നിൽക്കുന്ന ചന്ദ്രബിംബത്തോട് ചോദിക്കുക, റസൂലുള്ളാഹിനെ അറിയോ? അറിയില്ലേ? അബൂജാഹിലും മുതുബത്തും ശൈബത്തും അടങ്ങുന്ന സംഘം കഅബാലയത്തിന്റെ ചാരത്തിരിക്കുന്നു. ഹബീബായ തിരുനബി തിങ്കൾ അവരുടെ ഇടയിലേക്ക് ഇങ്ങനെ നടന്നു വരുന്നു. അബൂജഹൽ ചോദിച്ചു, ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ അന്ന് വിളിച്ചതാ. നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്രവാചകനാന്ന് വാദമുണ്ടല്ലേ, സത്യപ്രവാചകനാന്ന് വാദിക്കുന്നുണ്ടല്ലേ. ആകാശ ലോകത്തെ ചന്ദ്രനെ കണ്ടോ? ആ ചന്ദ്രനെ ഒന്ന് രണ്ടായിട്ട് പിളർത്തി തരാവോ? അങ്ങനെ പിളർത്തിയെങ്കിൽ ഞങ്ങൾ സമ്മതിച്ചു സത്യപ്രവാചകനാണെന്ന്. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് അശാറാ ഇലാ ബദിരിൽ മുനീരി ബികഫിഹി ഫഹറാ ലഹു മിൻ നൗജുഹിൻ ഫഹുവ നിസ്ഫാനി. ആകാശലോകത്തുദിച്ചു നിന്ന് വിടർന്നു നിന്ന ചന്ദ്രന്റെ നേർക്ക്, അമ്പിളിയുടെ നേർക്ക് ഹബീബിന്റെ സറഫാക്കപ്പെട്ട കരങ്ങൾ ഇങ്ങനെ നീണ്ടുപോയൊന്ന് ആംഗ്യം കാണിച്ചപ്പോൾ ചന്ദ്രൻ മാറിപ്പോയി. ചന്ദ്രൻ അറിയാം അതാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മജ്ലിസിലിരിക്കണമെങ്കിൽ ഖൽബിൽ മഹബ്ബത്ത് വേണം. ഈ മജ്ലിസിൽ സുഖം തോന്നണമെങ്കിൽ ഒരു ഗാനം വെച്ചാൽ എത്രയോ ആളുകൾ ഈ മജ്ലിസിൽ വന്നു, പല ഉദ്ദേശമായിട്ട് വന്ന ആളുകളുണ്ട്. എങ്ങനെ ഉണ്ടാവും ബുർദ മജ്ലിസ് ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെ ഉണ്ടാവും റസൂലുള്ളാഹിന്റെ മജ്ലിസ് ഒന്ന് കേട്ടു നോക്കാം. കുറെ ആളുകൾ ഇതൊരു ഗാനമേളയുടെ സുഖമൊന്നുമില്ലല്ലോ, നമ്മൾ പോവാ. അവര് പോയി. പ്രേമികൾക്കാണിവിടെ മഹബ്ബത്ത്, പ്രണയികൾക്കാണിവിടെ സുഖമുള്ളത്, അല്ലാത്തവന് തിരികെ പോകാം. കാരണം എന്താണെന്നറിയോമോ? ഞാൻ മുസ്ലിം മദ്രസിൽ ജനിച്ചത് കൊണ്ടായില്ല, ഞാൻ മുസ്ലിം മദ്രസിൽ ജീവിച്ചത് കൊണ്ടായില്ല, ഞാൻ മുസ്ലിം മദ്രസിൽ ഇവിടെ വളർന്നത് കൊണ്ടായില്ല. ഹബീബായ നബിയോട് എനിക്ക് അനുരാഗം വേണം, ഹബീബായ നബിയോട് എനിക്ക് ഖൽബിന്റെ അകത്തളത്തിൽ ഇഷ്ക് വേണം. ഇല്ലെങ്കിൽ ഞാൻ മുസ്ലിം അല്ല. ഈ വേഷവിധാനങ്ങൾ വെറുതെയാണ്. ഞാൻ മുസ്ലിം ആകണമെങ്കിൽ കിതാബുൽ ഈമാൻ എന്ന അധ്യായത്തിൽ സ്വഹീഹുൽ ബുഖാരി എന്ന വിശ്വവിശ്രുതമായ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് കിതാബുൽ ഈമാൻ എന്ന അധ്യായം പ്രഥമമായി ആദ്യത്തിൽ ഉദ്ധരിക്കുന്ന ഹദീസ്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എത്ര തവണ കേട്ടു ഈ ഹദീസ്? ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ അത് പോയില്ലേ? ഖൽബുകൾ ഏറ്റെടുത്തു, ഇല്ലെങ്കിൽ പരാജയമാണ്. നിസ്കരിക്കുന്ന ഹാജി ആരാ? ഞാൻ. അല്ലാഹുവിന്റെ പദവി കിട്ടൂല. സൽക്കർമ്മം ചെയ്യുന്ന, ദാനം ചെയ്യുന്ന, സദഖ ചെയ്യുന്ന മുതലാളിയാ ഞാൻ. അല്ലാഹുവിന്റെ സ്വീകരിക്കൂല. ഞാൻ നല്ല ആബിദായി ജീവിക്കുന്ന മനുഷ്യനാ, അല്ലാഹുവിന്റെ അടുക്കൽ കബൂലിയത്ത് കിട്ടൂല. കാരണം അല്ലാഹ് വെച്ച ഡിമാൻഡ്, അല്ലാഹ് വെച്ച കണ്ടീഷൻ, അല്ലാഹ് വെച്ച ശർത്ത് ഖുദാ കീ റസാ ചാഹതാ ഹൈ ദോ ആലം ഖുദാ ചാഹതാ ഹൈ റസായേ മുഹമ്മദ്. ചെറുപ്പക്കാരി മജ്‌ലിസിലുണ്ട്. ഏതെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പേരിൽ സിന്ദാബാദ് വിളിച്ചു എന്നാൽ ആർജവത്തോടെ സിന്ദാബാദ് വിളിക്കാനും മുർദാബാദ് വിളിക്കാനും ആർജവം കാണിക്കുന്ന ഈ സമുദായത്തിലെ യുവത്വം തുളുമ്പുന്ന രക്തത്തുടിപ്പുള്ള ആർജവമുള്ള ഊർജ്ജസ്വലതയുള്ള ചെറുപ്പക്കാരെ, ഇതൊരു പൊളിറ്റിക്കൽ ലീഡറുടെ പേരല്ല.
മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽബുകൾ മുഴുവനും മദീനയിലേക്ക് തിരിക്കുവീൻ. വീഗാലാൻഡുകളിൽ എനിക്ക് പോകണ്ട, ബുർജ് ഖലീഫയുടെ ഉയരം എനിക്ക് കാണണ്ട, താജ്മഹലിന്റെ മിനാരങ്ങൾ എനിക്ക് കാണണ്ട, കുത്തബ് മീനാറിന്റെ ഉയരം എനിക്ക് നോക്കണ്ട, സിൽവർ സ്റ്റോമിൽ എനിക്ക് പോകണ്ട, പോകണം മദീനയിലേക്ക്, കാണണം റൗള ശരീഫ്, കണ്ടാസ്വദിക്കണം ഹബീബ് നബി 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 നബി. वो फूल की चमन बना, वो फूल की चमार बना, वो लौंग लौंग शबनमी, वो इतना प्यारा नाम है नबी 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 नबी. നമ്മൾ പറയുന്ന നബി ഒരു സാധാരണ നബിയല്ല, നമ്മൾ പാടുന്ന നബി അത്ഭുതങ്ങളുടെ നബിയാണ്, ആശ്ചര്യങ്ങളുടെ നബിയാണ്, അജായിബുകളുടെ നബിയാണ്. അത്തുശന്നാസ് യൗമൽ ഹുദൈബിയ. അൽഹംദുലില്ലാഹ്. ഈ വിളിച്ച ഇങ്ങനെ അടിച്ചൊരു ബുദ്ധിമുട്ടാ, കണ്ണുറങ്ങാൻ. عطش الناس يوم الهديبية والنبي صلى الله عليه وسلم بين يديه ركوة فتوضأ فجهش الناس نحوه فقال ما لكم قالوا ليس عندنا ماء نتوضأ ولا نشرب إلا ما بين يديك. കുറെ ആളുകളെ വെളിയിൽ നിൽപ്പുണ്ടല്ലോ, അകത്തൊരുപാട് സീറ്റ് ഉണ്ട്, നമ്മൾ ഉടനെ അവസാനിപ്പിക്കുക, നിങ്ങൾ ആരെയും വിരോധിപ്പിക്കില്ല, ഞങ്ങൾ ആരെയും വെറുപ്പിക്കില്ല. ഈ അകത്തളത്തിൽ ഹബീബിന്റെ മഹബത്തിന്റെ ഈ സംഗമത്തിൽ ഇരിക്കുന്ന കൂലി അത് പുറത്ത് നിന്നാ കിട്ടൂല. പുറത്തിങ്ങനെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുന്നതിനേക്കാൾ നല്ല തിരിച്ചങ്ങ് പോകുന്നതാണ്. തീർത്തു പറയുന്നില്ല, കുഴപ്പമൊന്നുമില്ല, പേടിക്കുന്നു വേണ്ടല്ലോ അല്ലേ, പറഞ്ഞൂടെ? അല്ല അല്ല, കാരണം അത് ഈ മജ്ലിസിനോട് കാണിക്കുന്ന ഒരു അദബേടാണ്. അത് പറഞ്ഞത് എന്തിനും അറിയാത്ത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ, അങ്ങനെയല്ലേ? അകത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ടല്ലോ, ഞാൻ വേറൊരു രാഷ്ട്രീയക്കാരന്റെ വേദിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയല്ല, ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡറുടെ പേരിലല്ല നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഹുദൈബിയ ദിവസമായപ്പോൾ ജനങ്ങൾക്കൊക്കെ വല്ലാത്ത വിശപ്പും ദാഹവും. അവര് വന്നിട്ട് പറഞ്ഞു, നബിയേ വെള്ളമില്ല, തണ്ണിയില്ല. റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് സഹാബത്ത് പറഞ്ഞു, വെള്ളമില്ല, വെള്ളം വേണം നബിയേ. അപ്പൊ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരു ചെറിയ പാത്രമുണ്ട്, ആ പാത്രത്തിനകത്തൊരൽപ്പം വെള്ളമുണ്ട്. ആ വെള്ളം എടുത്ത് റസൂലുള്ളാഹി വുളൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് സഹാബത്ത് വന്നിട്ട് പറഞ്ഞത്, കുടിക്കണം, കുളിക്കണം, പ്രാഥമിക ആവശ്യ നിർവഹണങ്ങൾ നിർവഹിക്കണം, വെള്ളം വേണം നബിയേ. 5000-ലേറെ സഹാബത്തുണ്ടെന്ന്. 5000 സഹാബത്ത്. ആ സഹാബത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ വാട്ടർ അതോറിറ്റിയുടെ മിനിസ്റ്റർ ആണെന്ന് മനസ്സിലാക്കിയിട്ടാണോ സഹാബത്ത് വന്ന് ചോദിച്ചത്? ആണോ? സങ്കല്പിക്കുക, നിങ്ങൾ കുറച്ച് ആളുകൾ നേതാവുമായിട്ട് യാത്ര പോകുന്നു എന്ന് കരുതുക, വഴിയിൽ വെച്ച് വെള്ളമില്ല, നേതാവിന്റെ അടുത്ത് ഒരു വെള്ളം വേണം നേതാവേ എന്ന് ചോദിക്കുവോ? ആരെങ്കിലും ചോദിക്കുവോ? ഇല്ല. പക്ഷേ സഹാബത്തിനറിയാം, നമ്മുടെ നേതാവ് ഒരു സാധാരണ നേതാവല്ല, നമ്മുടെ നേതാവ് ഒരു സാധാരണ ലീഡർ അല്ല, ഒരു പൊളിറ്റിക്കൽ ലീഡറെ പോലെ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസത്തിന്റെ ലീഡറെ പോലെ, ഒരു സാധാരണ ജനറൽ ലീഡർ അല്ല റസൂലുള്ളാഹ്. സഹാബത്തിനറിയാം, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ഓക്കെ ജൂദോ കറം ഹേ ശഹബത് ഹാ തേരാ, നഹീം സുനതാ ഹി നഹീം മാംഗിനെ വാലാ തേരാ. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്, റസൂലുള്ളാഹിന്റെ അടുത്ത് ആരെന്ത് വന്ന് ചോദിച്ചാലും ഇല്ല, എന്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞ റസൂലുള്ളാഹി ആരെ ആട്ടിവിടൂല.
സഹാബത്ത് വന്നിട്ട് ചോദിച്ചു, വെള്ളം വേണം നബിയെ. ഫവളഅ യദഹു ഫിർരിക്വതി ഫവളഅ യദഹു ഫിർരിക്വതി. വുളു എടുത്തുകൊണ്ടിരുന്ന റസൂലുള്ളാഹിന്റെ അടുത്ത് ചെറിയ പാത്രം, ആ പാത്രത്തിലുള്ള വെള്ളം മാത്രമേ അന്നുള്ളൂ, വേറെ ഒരു തുള്ളി വെള്ളമില്ല. റസൂലുള്ളാഹി തങ്ങൾ കരങ്ങൾ ആ പാത്രത്തിലേക്ക് ഇങ്ങനെ വെച്ചപ്പോഴോ ഫജഅലൽ മാഉ യസൂറു ബൈന അസാബിഇഹി കഅംസാലിൽ ഉയൂൻ. നദി, പുഴ, നദി, ആ നദിയിൽ നിന്ന് ജലപ്രവാഹങ്ങൾ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ റസൂലുള്ളാഹിന്റെ രണ്ട് വിരലുകൾക്കിടയിലൂടെ ജലമിങ്ങനെ ഉറവ പൊട്ടി ഒഴുകാൻ തുടങ്ങി. ലൗ കുന്നാ മിഅത അൽഫിൻ ലകഫാനാ ശരിബനാ വനതവല്ലനാ. ഉദ്ധരിക്കുന്ന സഹാബി പറയുന്നു, ഞങ്ങൾ 1,00,000 ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെ ഞങ്ങൾ 1,00,000 ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ വെള്ളം മതിയാകുമായിരുന്നു. 1,00,000 എന്നല്ലേ ഉസ്താദ് പറയാ? 1,00,000 എന്നല്ലേ തമിഴ് പറയാ? പക്ഷേ സഹാബി പറയുന്നു, ഞങ്ങൾ 5000 പേരുണ്ട്. ഞങ്ങൾ 5000 പേരെ ഹുദൈബിയയിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ 1,00,000 ആളുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ വെള്ളം നമുക്ക് മതിയാകുമായിരുന്നു. അങ്ങനെയുള്ള നേതാവാണ് സബ്സെ ഔലാ വഅലാ ഹമാരാ നബി അപ്നെ മൗലാ കാ പ്യാരാ ഹമാരാ നബി. സബ്സെ ഔലാ വഅലാ ഹമാരാ നബി അപ്നെ മൗലാ കാ പ്യാരാ ഹമാരാ നബി. മഖ്ദൂമിയ ബുർദ ഇഖ്വാൻ മാത്രം ചൊല്ലിയാൽ പോലെ ഖസീദത്തുൽ ബുർദ നമുക്ക് ഒരുമിച്ച് ചൊല്ലണം ഇൻഷാ അല്ലാഹ്. ചൊല്ലുവല്ലേ? ഈ മൗലായ സ്വല്ലി വസല്ലം ദായിമൻ അബദൻ അറിയാത്ത ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. നമുക്ക് ഒരുമിച്ച് ചൊല്ലുവല്ലേ? റസൂലുള്ളാഹിന്റെ മദ്ഹ് ചൊല്ലുവല്ലേ? ഇൻഷാ അല്ലാഹ്. ആർക്കും ഇയാള് പറയട്ടെ ഇൻഷാ അല്ലാഹ്, ഇയാള് പറയട്ടെ ഇൻഷാ അല്ലാഹ്. ഞാനെന്തിനാ ഇൻഷാ അല്ലാഹ് പറയണത്? ഞാനെന്തിനാ ചൊല്ലണത്? അങ്ങനെ പറയരുതേ. ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ളാഹിന് വേണ്ടിയാണ് ഈ രാത്രി ഒരുമിച്ച് കൂടിയത്. നമുക്ക് ചൊല്ലുവല്ലേ ഇൻഷാ അല്ലാഹ്. ഇഷ്ക് പൂക്കും സ്നേഹ സന്ധ്യ വിരുന്ന് വന്നേ, ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ. മിസ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ, മുസ്തഫ നബി തങ്ങളിൽ സൽവിശൽ പാടുന്നേ. ഇഷ്ക് പൂക്കും സ്നേഹ സന്ധ്യ വിരുന്ന് വന്നേ,
സമയത്ത് വഴികാട്ടി തിങ്കൾ ഇടനെഞ്ചിൽ വിരിയുന്നത് അവിടത്തെ ചന്തം ഇഹത്തിലും പരത്തിലും നമുക്കുള്ള ബന്ധം മഹമൂദ് നബിയൊരു നൊമ്പരങ്ങൾ പറഞ്ഞ് മുത്തും നശീദ പാടി മനസ്സിന്റെ മോഹം ചൂടി ഇഷ്ക് പൂക്കും സ്നേഹ സന്ധ്യ വിരുന്ന് വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ ഇഷ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫ നബി തങ്ങളിൽ സൽഷൽ പാടുന്നേ ഇഷ്ക് പൂക്കും സ്നേഹ സന്ധ്യ വിരുന്ന് വന്നേ ഇഷ്ടമേറെ ചൊല്ലിടാം ഞാൻ ഹബീബിൽ പൊന്നേ ഇഷ്ക് വീശും പൂമദീന മനസ്സിൽ നിന്നേ മുസ്തഫ നബി തങ്ങളിൽ സൽഷൽ പാടുന്നേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. ബോലോ സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ് വസല്ലമ അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്.